UDF കൺവെൻഷനിൽ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് സംസാരിച്ച കെ.സി. വേണുഗോപാലിന് മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. തൃശൂരിൽ BJP അക്കൗണ്ട് തുറക്കാൻ കാരണമായത് മുഖ്യമന്ത്രിയുടെ ചതിയെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രസംഗം. ഇതിനാണ് ശക്തമായ ഭാഷയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയിരിക്കുന്നത്. ഷമി പ്രഭാകർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷമി, വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ചാൽ തന്നെ കോൺഗ്രസിന്റെ വോട്ടുകളാണ് BJPയുടെ ജയത്തിന് വഴിയൊരുക്കിയത് എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ ഈ വിഷയത്തെ കെ.സി. വേണുഗോപാൽ കൺവെൻഷൻ വേദിയിൽ വളച്ചൊടിക്കുന്നു. മുഹമ്മദ് റിയാസിന്റെ മറുപടി എങ്ങനെയാണ്? സമഗ്ര വിവരങ്ങൾ. അസിത ഇന്ന് UDFന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുന്ന ഏതൊരാൾക്കും ഒട്ടും ദഹിക്കാത്ത അല്ലെങ്കിൽ തീർത്തും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്നും പൊരുത്തപ്പെടുന്ന അവസ്ഥയിലായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് തൃശൂരിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തുന്നത്. നമുക്കറിയാം, അവിടുത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നേരത്തെ അസിത പറഞ്ഞതുപോലെ ഏതാണ്ട് 76,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോയി എന്നുള്ളത് ഏത് LKGക്ക് പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന ഒരു വേദിയിൽ വന്ന് ഈ ഒരു കണക്ക് പറയുന്നത്. പക്ഷേ അതിനോട് കാര്യമായ ഒരു പ്രതികരണവും ആ വേദിയിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒരു കയ്യടി പോലും കിട്ടാത്ത ഒരു പ്രസംഗം അവിടെ കെ.സി. വേണുഗോപാൽ നടത്തി എന്നുള്ളതാണ്. അതിനാണിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ BJPയുടെ നിയമസഭയിലെ ആദ്യ അക്കൗണ്ട് പൂട്ടിച്ചതിന് നേതൃത്വം നൽകിയ മനുഷ്യന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്നാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ കാര്യം വ്യക്തമാക്കി പറഞ്ഞിരുന്നു. ഒരു സീറ്റുള്ളത് ഞങ്ങൾ പൂട്ടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് കെ.സി. വേണുഗോപാൽ ഇവിടെ വന്ന് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ റിയാസ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, രാജസ്ഥാനിലെ സ്വന്തം രാജ്യസഭാ സീറ്റ് BJPക്ക് വെച്ച് നീട്ടിയിട്ട് കേരളത്തിലേക്ക് അധികാര കൊതിമൂത്ത് വണ്ടി കയറിയ മനുഷ്യന്റെ പേരാണ് കെ.സി. വേണുഗോപാൽ. ആരെയാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മതനിരപേക്ഷ കേരളം തിരിച്ചറിയുന്നുണ്ടെന്ന് റിയാസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കുന്ന, രാഷ്ട്രീയം മനസ്സിലാക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് കെ.സി. വേണുഗോപാൽ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു വാക്ക്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ് അസിത. അതായത് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും BJP എന്നോ നരേന്ദ്രമോദി എന്നോ വർഗീയതയെന്നോ ഒരു വാക്കുപോലും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. കുരിയോട് അവിടെ ഹൈവേയുടെ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ച് പറയുമ്പോഴും അത് എന്തുകൊണ്ട് കേരള സർക്കാർ പരിഹരിക്കുന്നില്ല എന്ന ചോദ്യമാണ് കെ.സി. വേണുഗോപാൽ ചോദിക്കുന്നത്. ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യനും മനസ്സിലാവുന്ന കാര്യങ്ങളെ ഇത്രമാത്രം വക്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ആ തീർച്ചയായും ഷമി, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അങ്ങനെ വസ്തുതാവിരുദ്ധമായ കെ.സി. വേണുഗോപാലിന്റെ പ്രസംഗത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകുന്നത്.